നമ്മളൊരു പച്ചക്കറി തോട്ടത്തിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പയറൊക്കെ ആയിരുന്നു നമ്മൾ മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പയറൊക്കെ ഇപ്പം വലുതായിട്ട് അതിൽ കായൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. വരും കേട്ടോ. നമ്മുടെ വഴുതനയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് ചെറുതായിട്ട് പൂവും ഇതൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. തുമ്പി ഇതിന്റെ കൂടെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഈ രീതിയിൽ ചെറിയ രീതിയിലൊക്കെ കെട്ടിയിട്ടുണ്ട്. ശരിയായിട്ടൊന്നും ഉണ്ടാവില്ല, എന്നാലും പയറിന് കയറി കൂടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെറുതായിട്ട് അവർക്കൊരു വീട് ഒരുക്കിയ മാതിരി ആക്കി ഇറക്കുകയാണ്. ഇതിൽ ചെറുതായിട്ട് പയറും ഇതൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പൊട്ടിക്കാറാവുന്നേ ഉള്ളൂ. പൊട്ടിക്കാരായ ഒരാളെ കാണിച്ചു തരാം കേട്ടോ. നിരാശയായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഒന്നും ഉണ്ടാവാതെ കണ്ടപ്പോ. ഇപ്പൊ ഇതാ ഞങ്ങൾക്ക് സന്തോഷിക്കുന്ന ചെറിയൊരു വക ഉണ്ടായിട്ടുണ്ട്. കണ്ടോ ഞങ്ങളുടെ വെള്ളരിക്കുട്ടൻ ഉണ്ടായിട്ടുണ്ട്. അതേമാതിരി ഇതാ രണ്ടാളിവിടെ വന്നിട്ടുണ്ട് കേട്ടോ. പൊട്ടിച്ചു തുമ്പിട്ടാ കയ്യിലെടുക്കരുത്, അവിടെയൊന്നുമില്ല. ഇതിൽ കെട്ടി കൊടുക്കാം കേട്ടോ, കാരണം അവരെ ഒന്നും കടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതൊന്ന് സെറ്റാക്കി വിടാം. വള്ളി പൊട്ടാത്ത തരത്തില് കെട്ടിവിടാം. വെണ്ടയ്ക്കൊക്കെ ഇങ്ങനെ ആയോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കുറ്റിവെണ്ടയാണ്. നമ്മുടെ അമരയ്ക്ക ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ? പിന്നെ നമ്മുടെ തക്കാളി അന്ന് തക്കാളി ഇത്ര ഉയരം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അത്യാവശ്യം തക്കാളി കുട്ടന്മാരെ അത്യാവശ്യം ഉയരം വെച്ചിട്ടുണ്ട്. പിന്നെ ചീര തുമ്പിയേ. പിന്നെ ചീര, കഴിഞ്ഞ വീഡിയോയില് തണ്ണിമത്തൻ കുത്തിയിട്ട കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ടാവില്ല എന്നൊന്നും അറിയില്ല, അപ്പൊ നമുക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് നമുക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാണിച്ചു തരാം കേട്ടോ. കണ്ടോ തണ്ണിമത്തന്മാരെ കണ്ടോ? 2 തണ്ണിമത്തൻ കുട്ടികളുണ്ട് കേട്ടോ. നമുക്ക് ഉണ്ടാവില്ല എന്നൊന്നും അറിയില്ല. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കുകയല്ലേ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് നിറച്ച് തണ്ണിമത്തൻ കുട്ടന്മാർ പൊന്തിയിട്ടുണ്ട്. ഇനി നമുക്കത് ഉണ്ടാവണതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യും. കയ്പയ്ക്കാന്ന് ഇത്ര ഇതായിട്ടുണ്ടായിരുന്നില്ല, ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. ഒക്കെ ചെറിയ കുട്ടികളായിരുന്നു. ഇതാ കയ്പയ്ക്കയിലൊക്കെ പൂവ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പച്ചമുളകും ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കാണാല്ലേ നിങ്ങൾക്ക്? നമ്മളിങ്ങനെ നമ്മുടെ വീട്ടിലുള്ള സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. പിന്നെ അതിന്റെ പുറമെ ഇതൊന്നും അല്ല കേട്ടോ. അതിന് മുന്നേ ഞങ്ങൾ ആദ്യം കുത്തിയിട്ടത് എന്ന് പറഞ്ഞ കറിവേപ്പാണ്. കറിവേപ്പ് കുത്തിയിട്ട് എന്റെ ഹസ്ബൻഡാണ് കേട്ടോ. ഹസ്ബൻഡ് ഇവിടെ ഇല്ല. അപ്പം ആളെപ്പോഴും ഫസ്റ്റ് വിളിച്ച് ആദ്യം ചോദിക്കുക എന്റെ കറിവേപ്പ് എന്തായി എന്നാ ചോദിക്കുക. അപ്പം കറിവേപ്പ് അതാ നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ കാണിക്കാൻ മറന്നു. നല്ല വെയിൽ, അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അത് കുറച്ച് അങ്ങോട്ട് പോകണം, വാഴയുടെയൊക്കെ ആ ഭാഗത്തായിട്ടാണ് കേട്ടോ. കറിവേപ്പൊക്കെ നന്നായി ഇരിക്കുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് നമുക്കൊരു സാധനം കാണിക്കാനുള്ളത് എന്താ വെച്ചാൽ അവക്കാഡോ ആണ്. അവക്കാഡോ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളിത് അവക്കാഡോ ഞങ്ങൾ ഗ്ലാസ്സിൽ അതിൻ്റെ വേര് വരാൻ വേണ്ടിയിട്ട് അതങ്ങനെ കുത്തി ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. തുമ്പി അതിൻ്റെ ഇടയിൽ ഓരോന്ന് പൊട്ടിക്കാനും നോക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മളൊരു പച്ചക്കറി തോട്ടം. ഒരുപാടൊന്നുമില്ല, പക്ഷെ ഉള്ള സാധനങ്ങൾ നമുക്ക് എന്താ വെച്ചാൽ ഈ വിഷാംശമൊന്നും ഇല്ലാത്ത പച്ചക്കറികൾ കഴിക്കാമല്ലോ എന്നുള്ളൊരു ഇതിൽ നമ്മൾ ചെറുതായിട്ട് തുടങ്ങിയതാണ്. അതിലിപ്പോൾ എന്തായാലും നമുക്ക് റിസൾട്ട് കാണുമ്പോൾ നമുക്ക് പിന്നെയും നമുക്ക് അത് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റഡ് ആണ് ഞങ്ങൾ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.